ഹലോ നമസ്കാരം എല്ലാവർക്കും ആത്മിക ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് തന്നെയാണ്. നല്ല വെറൈറ്റി ക്വാളിറ്റിയോടുകൂടി പല മെറ്റീരിയൽസാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് നമ്മളെ അറിയിക്കണം കേട്ടോ. ഈ ഫസ്റ്റ് വന്നിരിക്കുന്ന ഐറ്റംസൊക്കെ വിചിത്ര സിൽക്സിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. ഫ്രണ്ട് വന്നിട്ടൊരു വീനക്കാണ് വരുന്നത്. വീനക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ദുപ്പട്ട അതുപോലെ സിൽക്കി വിചിത്ര സിൽക്സ് ആണ് വരുന്നത് കേട്ടോ. അതും നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടി വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് നല്ല അജ്രക്ക് പാച്ച് വർക്ക് വരുന്ന നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഐറ്റമാണ്. ഇത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതും ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ഏകദേശം 1650 റേറ്റ് വരുന്നുണ്ട്. നമ്മുടെ ഈ അജ്രക്കിൻ്റെ നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് വന്നേക്കുന്നത് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഐറ്റംസും ഏകദേശം ഒരു 1000 എബോ റേഞ്ചാണ് കേട്ടോ. എബോ റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് റീസ്റ്റോക്ക് വരുന്ന ഐറ്റങ്ങൾ കൂടിയാണ്. ഇതൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യും. ഈ ഐറ്റംസൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓർഡർ തരുന്നവർ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ തരണം. ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ തരാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1650 ആണ്. ഫസ്റ്റ് ഫസ്റ്റ് വിചിത്ര സിൽക്സിൻ്റെ കൊടുത്തിരുന്നത് 1250 രൂപയാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നല്ല ക്വാളിറ്റിയോടുകൂടി വരുന്ന ഐറ്റംസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിത് ഓർഡർ ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും, വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് ഒരു 24 അവേഴ്സിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുക. കാരണം നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 24 അവേഴ്സിൽ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരും കേട്ടോ. ഇൻ കേസ് നമുക്ക് റിപ്ലൈ തരാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ കാണാം, നിങ്ങളൊരു 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും റിപ്ലൈ ഒന്നും വരുന്നില്ലെങ്കിൽ ഒന്നുകൂടി ഒരു ഹായ് എങ്കിലും അയയ്ക്കുക. കാരണം നമുക്ക് കുറേ മെസ്സേജസൊക്കെ വരുമ്പോൾ നമുക്ക് ആദ്യം അയച്ച മെസ്സേജൊക്കെ ഇച്ചിരി ബാക്കിലോട്ട് പോകും. നിങ്ങൾക്ക് അറിയാമല്ലോ, ബാക്കിലോട്ട് പോകും. അതുകൊണ്ട് അഥവാ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചേക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാട്സപ്പിൽ എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് അയച്ചിടാം കേട്ടോ. പക്ഷേ നമുക്ക് കോൾസ് വരുന്നുണ്ട്. രാത്രി ഒരു 10 മണി ആ ടൈമിലൊക്കെ നമുക്ക് കോൾസ് ആ ഒരു ടൈമിലൊക്കെ നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യണം. കാരണം ആ ഒരു ടൈമിൽ നമുക്ക് കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഇടാനുള്ള എൻക്വയറീസൊക്കെ നിങ്ങൾ വാട്സപ്പ് മെസ്സേജസ് ആണ് അലൗഡ് ആയിട്ടുള്ളത്. ഫോൺ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാഹചര്യം വളരെ കുറവാണ് കേട്ടോ. അപ്പം വേണ്ടവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നാൽ മതി. എന്തായാലും നമ്മൾ റിപ്ലൈ തരും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രീ ബുക്കിംഗ് ഐറ്റംസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽസൊക്കെ ഇപ്പം ബഡ്ജറ്റ് കസ്റ്റമൈസേഷന് നമുക്ക് ചെയ്തു കൊടുക്കും. നമ്മളിപ്പോൾ നിങ്ങൾ ഇട്ട് തരുന്ന ആ ഒരു ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു സെയിം വർക്കിൽ തന്നെ ചെയ്ത് തരുന്നതിൻ്റെ റേറ്റ് ആയിരിക്കും നമ്മൾ നിങ്ങളോട് പറയുക. അപ്പം അതിൽ റേറ്റ് ഒന്ന് താഴോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തി, അത്രയും ഹെവിനെസ് കൊടുക്കാതെ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തി നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ബ്രൈഡൽ ബ്ലൗസോ ബ്രൈഡൽ ഐറ്റംസ് എന്തായാലും നമ്മൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ പട്ടുപാവാടയൊക്കെ നെക്കൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനെ കേട്ടോ. നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്ന കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഓർഡേഴ്സൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. ആത്മിക ഡിസൈൻസ് എന്ന് പറയുന്നത് ഹോം ബുട്ടീക്കാണ്. മെയിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് പ്രീ ബുക്കിംഗ് ഐറ്റംസ്, അതായത് കസ്റ്റമൈസേഷൻ ആണ് നമ്മൾ എടുക്കാറ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ ഐറ്റംസൊക്കെ നമ്മൾ ഹാൻഡ് സ്റ്റോക്കായിട്ട് എടുക്കുന്നുണ്ട്. ഒരു 10 ഡേയ്സിനുള്ളിലായിരിക്കും നമുക്ക് ഡിസ്പാച്ച് നടക്കുക. നിങ്ങൾക്കൊരു 10 to 15 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ സാധനം എത്തും. നമ്മൾ 10 to 15 ഡേയ്സ് എന്ന് പറഞ്ഞാലും മാക്സിമം 10 ഡേയ്സിനപ്പുറം പോകാറില്ല. ഇൻ കേസ് എന്തെങ്കിലും അതായത് ഡെലിവറി പ്രോബ്ലം, നമുക്ക് എന്തെങ്കിലും മഴയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് സ്റ്റോക്ക് പിടിച്ചിട്ട് വരിക. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഹെവി റഷ് ടൈമൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ഡെലിവേർഡ് ആവാൻ ഇച്ചിരി ഒന്ന് ലേറ്റ് ആവും. എങ്കിൽ പോലും മാക്സിമം നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ഐറ്റംസ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് കേട്ടോ. എല്ലാം ഇന്ന് കോട്ടനോ അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ല്.
നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങളതൊരു കമൻറ്റായിട്ട് നമുക്ക് എഴുതി അയക്കാം. നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് അറിയിക്കാൻ മറക്കല്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ടൈമിൽ വാങ്ങിക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് കാണുന്നതിൽ ഇഷ്ടപ്പെടുന്നത് വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.